ഗ്രാമനഗര വ്യത്യാസമില്ലാതെ സാധാരണക്കാരന്റെ യാത്രാമാർഗമായിരുന്ന സ്വകാര്യ ബസ്സുകൾ വലിയൊരു തകർച്ചയുടെ വക്കിലാണ്. പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഉപജീവനത്തിനായി ആശ്രയിച്ചിരുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഈ വ്യവസായം അതിന്റെ പ്രതാപകാലം പിന്നിട്ട് നിലനിൽപ്പിനായുള്ള കഠിനമായ പോരാട്ടത്തിലാണ്. ഡീസൽ വില ഉൾപ്പെടെ സർവീസ് നടത്താനുള്ള ചെലവുകൾ 10 മടങ്ങ് വർദ്ധിച്ചതും വരുമാനം കുറഞ്ഞതുമാണ് ബസ് വ്യവസായത്തെ പിന്നോട്ടടിക്കുന്നത്. പല റൂട്ടുകളിലും സർവീസുകൾ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചില ബസ്സുകൾ ലാഭമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയുമാണ്. ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ദൈനംദിന യാത്രക്കാരുടെ ആശ്രയമായിരുന്ന സ്വകാര്യ ബസ്സുകൾ ഇന്ന് സാമ്പത്തികമായി നിലനിൽക്കാൻ പോലും പ്രയാസപ്പെടുന്ന സാഹചര്യമാണ്. ഡീസൽ വിലയിലെ വർധനവ്, സ്പെയർ പാർട്സ് ചെലവ്, ഇൻഷുറൻസ് പ്രീമിയം, നികുതി, തൊഴിലാളികളുടെ ശമ്പളം എന്നിവ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കുത്തനെ ഉയർന്നെങ്കിലും ബസ് ചാർജിൽ അതനുസരിച്ചുള്ള മാറ്റമുണ്ടായിട്ടില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. ദിവസവും 100-ലേറെ കിലോമീറ്റർ ഓടുന്ന ബസ്സുകൾക്ക് ഡീസൽ വിലയിലെ ചെറിയ വർധന പോലും വലിയ സാമ്പത്തിക ആഘാതമാണ് ഉണ്ടാക്കുന്നത്. അതിനൊപ്പം പഴയ ബസ്സുകളുടെ മോടി പിടിപ്പിക്കൽ ചെലവും വർദ്ധിച്ചിരിക്കുകയാണ്. പുതിയ ബസ് വാങ്ങാൻ ബാങ്ക് വായ്പ ലഭിച്ചാലും തിരിച്ചടവ് വലിയ ബാധ്യതയാകുന്നതിനാൽ പല ഉടമകളും പുതിയ വാഹനങ്ങളിലേക്ക് മാറാൻ താല്പര്യം കാണിക്കുന്നില്ല. 2023-ൽ 140 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ സർക്കാർ വിസമ്മതിച്ചിരുന്നു. ഹൈക്കോടതിയിലെ കേസ് ബസ് ഉടമകൾ ജയിച്ചെങ്കിലും സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. 2023-ൽ 1000-ഓളം ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിത് വെറും 100 കുറഞ്ഞു. ഏതു കാലത്തും അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ സ്വകാര്യ ബസ് വ്യവസായത്തിന് ഗുണകരമാകുന്ന യാതൊന്നും ചെയ്യുന്നില്ല എന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത്. കോവിഡിന് ശേഷം പൊതുഗതാഗത സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഏറെക്കുറെ എല്ലാ വീടുകളിലും സ്വകാര്യ വാഹനങ്ങളായതോടെ ബസ് യാത്ര കുറഞ്ഞു. മുൻപ് ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ സ്വന്തം വാഹനങ്ങളിലാണ് യാത്ര. ഇരുചക്ര വാഹനങ്ങളുടെ വർധനയും ബസ്സിൽ കയറുന്നവരുടെ എണ്ണവും ക്രമാതീതമായി കുറഞ്ഞു. ഇരുചക്ര വാഹനങ്ങളും കാറുകളും വാങ്ങാൻ എളുപ്പത്തിൽ വായ്പ ലഭിക്കുന്നതോടെ നിരവധി പേർ പൊതുഗതാഗതം ഒഴിവാക്കുകയാണ്. ഓൺലൈൻ ടാക്സി സേവനങ്ങളും യാത്രാരീതിയിൽ മാറ്റമുണ്ടാക്കി. ഇതോടെ പല റൂട്ടുകളിലും യാത്രക്കാരില്ലാതെ ബസ്സുകൾ ഓടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. വരുമാനം കുറഞ്ഞു തുടങ്ങിയതോടെ സ്വകാര്യ ബസ്സുകളിൽ ജീവനക്കാരുടെ എണ്ണവും കുറഞ്ഞു. 2000-ന്റെ തുടക്കത്തിൽ മിക്ക ബസ്സുകളിലും ഡ്രൈവർ, കണ്ടക്ടർ എന്നിവർക്കൊപ്പം കിളി എന്നറിയപ്പെടുന്ന ഡോറിൽ നിൽക്കുന്ന 2 ജീവനക്കാരടക്കം 4 ജീവനക്കാർ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത് 2 കുറഞ്ഞു. മിക്ക ബസ്സുകളിലും കണ്ടക്ടർ റോളിൽ ഉടമസ്ഥർ തന്നെ എത്തി. അത്രത്തോളം മോശം അവസ്ഥയിലാണ് ഒരു കാലത്ത് 10,000-ങ്ങൾക്ക് ഉപജീവനം നൽകിയ ഈ മേഖല ഇന്നെത്തിയത്. 140 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ ഭരണമൊഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ കർശന നിലപാടാണ് എടുത്തത്. നിലവിലുള്ള പെർമിറ്റ് പുതുക്കി നൽകാതെയും പുതിയത് അനുവദിക്കാതെയുമാണ് സർക്കാർ സ്വകാര്യ ബസ് വ്യവസായത്തെ വരിഞ്ഞു മുറുക്കിയത്. KSRTCയെ സഹായിക്കാൻ എന്ന പേരിലായിരുന്നു ഇത്. സ്വകാര്യ ബസ് ഉടമകൾ കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയെങ്കിലും സർക്കാർ സുപ്രീം കോടതിയിലേക്ക് നീങ്ങി. ദീർഘദൂര റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളെ വിലക്കുന്നത് പൊതുഗതാഗത സംവിധാനത്തെ തകർക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബസ് വ്യവസായത്തെ പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഡീസലിന് സബ്സിഡി, നികുതി ഇളവ്, വിദ്യാർത്ഥി കൺസെഷന് സർക്കാർ നഷ്ടപരിഹാരം നൽകുക, പുതിയ ബസ്സുകൾക്ക് പലിശ കുറഞ്ഞ വായ്പ, പെർമിറ്റ് സംവിധാനത്തിൽ ഇളവുകൾ തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല തകരുകയാണെങ്കിൽ ഏറ്റവും വലിയ ആഘാതം സാധാരണ യാത്രക്കാരായിരിക്കും നേരിടുക. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും തൊഴിലാളികളും ചെറുകിട വ്യാപാരികളും ഗതാഗത പ്രതിസന്ധിയിലേക്ക് തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുഗതാഗത സംവിധാനത്തിൽ നിർണായകമായ സ്വകാര്യ ബസ് മേഖലയെ നിലനിർത്താൻ അടിയന്തര ഇടപെടലുകൾ അനിവാര്യമാണ്.